എന്താ? ആര്യ എന്നെ ഉമ്മ വെച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ചോ? ലവ് യു എന്ന് പറഞ്ഞു. നീ എന്നെ കോമാളിയാക്ക? ഫസ്റ്റ് ടൈം ഞാൻ ആര്യയെ കണ്ടപ്പോ എനിക്കും ഇങ്ങനെ തോന്നി. ഉമ്മ വെച്ചതുപോലെയും കെട്ടിപ്പിടിച്ചതുപോലെയും ഒക്കെ തോന്നി. ആര്യയെ കാണുമ്പോ എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നാറുള്ളത്. ഗീതയും ആര്യയ്ക്ക് മുമ്പിൽ ഫ്ലാറ്റ് ആയി പോയെന്ന്. ഇല്ല ശാന്തി, സത്യമായി അവൻ എന്നെ ഉമ്മ വെച്ചു. അവനെങ്ങനെയാ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും, പക്ഷെ ആർക്കും വീഴില്ല. ഇതാരോടും പറയണ്ട, ആരും വിശ്വസിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആര്യ ഈസ് പെർഫെക്റ്റ്, ദാറ്റ്സ് ഓൾ. എന്നുവെച്ചാ ഇതെല്ലാം ഇമാജിനേഷനാ? അല്ല, ഹാലൂസിനേഷൻ. യെസ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ. ആര്യ ഉമ്മ വെച്ചെന്ന് ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. നടക്കാത്തത് നടന്നെന്നും നടന്നത് നടന്നില്ലെന്നും മനസ്സെങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ സഞ്ചരിക്കും. എവിടെ? ആരയാള്? ലക്കിന് ആര്യ നിന്നെ ഉമ്മ വെച്ചെന്ന് പറഞ്ഞതുകൊണ്ട് നിന്റെ അസുഖം ഈസി ആയിട്ട് എനിക്ക് മനസ്സിലായി. ഇല്ല സർ, സത്യമായിട്ടും ആര്യ എന്നെ ഉമ്മ വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ആര്യ നിന്നെ ഉമ്മ വെച്ചെന്ന് വേറെ ആരെങ്കിലും കണ്ടിരുന്നു? ഗീത പോലും കണ്ടു കാണില്ല സാർ. എന്താ അങ്ങനെ പറഞ്ഞത്? കിസ് ചെയ്യുന്ന സമയത്ത് ആരായാലും കണ്ണടക്കില്ലേ സാർ? നീ വായടക്ക. ഗീത, ഐ വിൽ ആസ്ക് യു 2 questions. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് മറുപടി പറയണം. നീ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് തോന്നാറ്? ഞാൻ പറയുന്നത് വിശ്വസിക്കാം. സത്യമായിട്ടും ആര്യ എന്നെ ഉമ്മ വെച്ചു. ഓ, ആര്യ നിന്നെ ഉമ്മ വയ്ക്കണമെന്ന് തോന്നാറുണ്ടെന്നല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ദേഷ്യം വരുമ്പോ എന്താ തോന്നാറ്? സർ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ? എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന്. എക്സാക്ട്ലി. ഇങ്ങനെയുള്ള സമയത്ത് എന്താണ് തോന്നുന്നത്? കൊല്ലണമെന്ന് തോന്നുവോ, തല്ലണമെന്ന് തോന്നുവോ, എന്ത് ചെയ്യണമെന്നാണ് തോന്നുന്നത്? എന്താണ് ചെയ്യാൻ തോന്നുന്നത്? സെൽഫോൺ എറിഞ്ഞുടക്കാൻ തോന്നുവെന്നല്ലേ സാർ? നിന്റേത് 9th ഫ്ലോർ അല്ലേ? അതെ. ഇപ്പോ മറന്നതാ. We take the profit gain percentage and we Excuse take the me, sir. percentage of. നിങ്ങളോ? Come on! ഇതെന്താണെന്നറിയോ? ഗീതയുടെ റെസിഗ്നേഷൻ ലെറ്റർ. അവൾ റിസൈൻ ചെയ്യാൻ കാരണം നീ ഒറ്റ ഒരുത്തനാണെന്നാ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ? കണ്ട ഉടനെ കയറി ഉമ്മ കൊടുക്കണോ? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നീ ബാഡ് ആണെന്ന് പ്രൂവ് ചെയ്ത ഈ കമ്പനി തിരിച്ചയക്കുന്നു. പ്രൂവ് ചെയ്തോ? ഓഫീസിൽ വേറെ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ തോന്നിയടാ നിനക്ക്? നിനക്കിപ്പോ എന്താ തോന്നിയത്? ജീവൻ പോകുന്ന തോന്നിപ്പോയി. എനിക്കപ്പോ അങ്ങനെ തോന്നിയത്. ഗീത ഉമ്മ വെച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ എന്റെ ജീവൻ പോകുന്ന എനിക്ക് തോന്നിപ്പോയി. ഗീതയെ നിനക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട്? നിന്നോട് എനിക്ക് എത്ര ഇഷ്ടമോ അത്രേ ഇഷ്ടം. നീ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരല്ലോ, അവള് നിന്നെ ലവ് ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ലവ് ചെയ്യും. ഓഫ് കോഴ്സ്, ഏത് പെണ്ണിനും വേണ്ടത് ഒരു ബെസ്റ്റ് അഫെയറാ. എന്റെ അറിവിൽ ലോകത്ത് 2 പേരേ ഉള്ളൂ ബെസ്റ്റ്. നമ്പർ 1 നീയും, നമ്പർ 2 ഞാനും. നീ നമ്പർ 1 ആയതേ നീ നമ്പർ 1 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടാ. നമ്പർ 1 ആയ നിനക്ക് അവളെ വേണ്ടല്ലോ, പിന്നെയുള്ള ഞാനാ. എന്നെ അവൾ ഇഷ്ടപ്പെടണം. കമോൺ. എന്താണ് ഇത്? നീ ഗീതയ്ക്ക് ലവ് ലെറ്റർ എഴുതാൻ പോകണം. നീ പിന്നെ കുഴപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നെ വിട്ട് പോകേണ്ടി വരും. നീ പറഞ്ഞോളൂ, എനിക്ക് പറ്റില്ലടാ. പ്ലീസ്, സത്യമായിട്ടും ഞാൻ കുഴപ്പമുണ്ടാക്കില്ല. പ്രോമിസ്, ഐ സ്വെയർ. ഈ ഇമെയിൽസ് ഉള്ളപ്പോഴാണ് ലവ് ലെറ്റർ. പ്രിയപ്പെട്ട ഗീതയ്ക്ക് ഞാൻ ആദ്യം ഐ ലവ് യു പറഞ്ഞിട്ട് പിന്നെ ലവ് ലെറ്റർ എഴുതി അത് കഴിഞ്ഞ് ഉമ്മയ്ക്കണമായിരുന്നു. എന്നാൽ ആദ്യമേ ഉമ്മയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ലെറ്റർ എഴുതുന്നു, അത് കഴിഞ്ഞ് ഐ ലവ് യു പറഞ്ഞോളാം. അവസാനത്തേത് ആദ്യവും ആദ്യത്തെ അവസാനവുമായെങ്കിലും മധ്യത്തിന് മാറ്റമില്ലല്ലോ. ഓ ഫാന്റാസ്റ്റിക്. എന്നെക്കുറിച്ച് ചില സത്യങ്ങൾ നീ അറിയണം. ഞാൻ സിഗരറ്റ് വലിക്കും, മദ്യപിക്കും, ദേഷ്യം വന്നാൽ ആരെയും തല്ലും. ആ സത്യങ്ങൾ മനസ്സിലാക്കി നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ ഭാഗ്യവാനാണ്. എന്റെ ജന്മം സഫലമാകും. നോട്ട്, ദശാവതാര സ്റ്റാർ വളരെ നല്ലവനാണ്. ദയവായി ഈ ലെറ്റർ സാറിനെ കാണിക്കരുത്. കാണിച്ചാൽ തന്നെ അദ്ദേഹം വിശ്വസിക്കില്ല. യെസ്, ഞാൻ വിശ്വസിക്കില്ല. എന്തുകൊണ്ട് വിശ്വസിക്കില്ല? ഞാൻ വിശ്വസിക്കില്ലെന്ന് എഴുതി കണ്ടില്ല മോളെ. അങ്ങനെ എഴുതിയ വിശ്വസിക്കില്ലെന്നാണോ? വിശ്വസിക്കില്ലെന്ന് എഴുതിയിട്ട് വിശ്വസിച്ച വിശ്വാസത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ലേ? കണ്ടോടാ, അവൻ എഴുതാത്ത കത്തിൽ പോലും എന്നോട് എന്ത് ബഹുമാനമാ കാണിച്ചതെന്ന്. റിയലി ഹീസ് ഗ്രേറ്റ്. സോ ആര്യ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് എഴുതിയത് കൊണ്ടാ നിങ്ങൾ വിശ്വസിക്കാത്തത് അല്ലേ? അതെ. വിശ്വസിക്കില്ലെന്ന് ആരാ എഴുതിയത്? ആര്യ. എവിടെ എഴുതിയത്? ലെറ്ററില്. ലെറ്റർ ആരാ എഴുതിയത്? ആര്യ. എക്സാക്ട്ലി. വല്ലാത്ത കുരുക്കായി പോയല്ലോ. എന്തിനാ സാർ തർക്കമൊക്കെ? അവിടെ ആര്യ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. ആ ഹാൻഡ് റൈറ്റിംഗും ഈ ഹാൻഡ് റൈറ്റിംഗും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ പോരെ? നിന്റേത് 9th ഫ്ലോർ അല്ലേ? പ്രോബ്ലം 6th ഫ്ലോറിലല്ലേ സാർ? എന്നെ കൊണ്ട് എന്നത് ചെയ്യിക്കണോടാ.
നോക്കടാ, കണ്ണൂർ നോക്ക്. കണ്ടില്ലേ, ആ റൈറ്റിംഗ് ഈ റൈറ്റിംഗ് മാച്ചല്ല. ആര്യ, സർ, ഐ ലവ് യു എന്ന് എഴുതാമോ? സ്പെല്ലിംഗ് എന്താ സർ? സ്പെല്ലിംഗ് എന്താണെന്ന്. സോറി ആര്യ, ഇറ്റ്സ് ഓക്കെ. ഐ എം റിയലി സോറി. ബെസ്റ്റ് എംപ്ലോയി. That's enough. He is Mr. Perfect. I love you. I love you, Arya. താങ്ക് യു സർ. Let's go. Hallucination. Second stage of hallucination. ആര്യ എഴുതിയ ലെറ്റർ ആണെന്ന് പറഞ്ഞ് തന്നെ എഴുതി കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊന്നും ഹാലുസിനേഷൻ അല്ല. ഓ, ദേഷ്യം വരുന്നുണ്ടല്ലേ? യെസ്. Hallucination. Hallucination. No. Hallucination. No. Hallucination. No. എക്സ്പെക്ട് ചെയ്തതാ. അതല്ല, ഡമ്മി ഫോൺ അവിടെ വെച്ചിട്ട് ഒറിജിനൽ സേവ് ചെയ്ത്. ഇന്റലിജൻസ്. സാർ ഒന്ന് അങ്ങോട്ട് നോക്കി. എങ്ങോട്ടാ? അവിടെ ബിൽഗേറ്റ്സാ പൊട്ടിപ്പോയത്. നീ നെയ്ത്ത് ഫ്ലോറിൽ പോ. നോക്കിക്കോ, ബിച്ച് ആൻഡ് ചീറ്റ്. നീ ഫ്രോഡ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തില്ലെങ്കിൽ എന്റെ പേര് ഗീത എന്നല്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തമായി ലെറ്റർ എഴുത്. വേറെ ആളെ കൊണ്ട് എഴുതിക്കല വേണ്ടത്. ഇടത് കൈകൊണ്ട് ലെറ്റർ എഴുതിയതിന് സോറി, വലത് കൈകൊണ്ട് എഴുതാനുള്ള അവസരം ഇപ്പൊ തരും. ഐ ലവ് യു ആര്യ. Come on, Arya. Have a drink. സോറി, ഞാൻ കുടിക്കില്ല. Hey guys, this is too much. Hello boss, he doesn't drink. Mr. Perfect. I Really, don't believe Kishore? it. He is not alcoholic. He is a workaholic. You know, he is the most famous guy in the edit. ഈ ഇയറിലെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് പോലും ആയിരിക്കായിരുന്നു. You know one more thing? He is very close friend of our MD. But still, he is very simple. Ladies toilet. കുടിക്കും മോനെ, കുടിക്കും. ഇവനെന്ത് കളയുന്നേ? എന്താ ചെയ്യുന്നേ? ഓ, മിക്സ് ചെയ്യുന്നു. കുടിക്കും മോനെ. ലവ് യു ഗീത. Mr. Perfect, perfect. Mr. Perfect, perfect. Mr. Perfect. Cheat. Mr. Dashavatam. How dare you touch me? ഞാനാരാ ടച്ച് ചെയ്തില്ല. നിങ്ങൾ എന്നെ ടച്ച് ചെയ്തു. Can't you listen to me? വെറുതെ ഞാൻ നുണ touch പറയരുത്. ചെയ്തു. നിങ്ങൾ എന്നെ ടച്ച് ചെയ്തു. You dirty fellows. What happened? What happened, Gita? Actually, ആര്യ മദ്യപിക്കുന്നത് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അത് സാറിനെ കാണിക്കാൻ വേണ്ടി വരുമ്പോ ഇവനോട് മിസ്ബിഹേവ് ചെയ്തു. എന്നെ ടച്ച് ചെയ്തു സർ. ആര്യ മദ്യപിക്കുന്നത് നീ ഷൂട്ട് ചെയ്തെന്നു? യെസ്. ഷോ മീ ദ വീഡിയോ. ഓ ഷിറ്റ്. സെൽ ഉടഞ്ഞു പോയി സർ. ഞാനത് ദേഷ്യത്തിൽ അറിയാതെ എറിഞ്ഞു പോയി. Hallucination. Fifth stage of hallucination. നോ സർ. സത്യമാ. Just wait. I'm Mr. Dashav. Nice meeting you, sir. Psychiatrist. ഇതെല്ലാം ഹാലൂസിനേഷൻ ആണ്. ഇല്ലാത്തതുണ്ടെന്നും ഉള്ളത് ഇല്ലെന്നും തോന്നുന്നു. സർ സത്യമായിട്ട് എന്നെ ടച്ച് ചെയ്തു. Just wait, Gita. Just wait. I'm explaining same thing there. Why are you so hasty? അവളോട് സോറി പറ.
സോറി ഗീത. സോറി ഗീത. അത്രയ്ക്കൊന്നും വേണ്ട, സാധാരണ പറയുമ്പോൾ പറഞ്ഞാൽ മതി. ഗീത, 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 sorry, ഞാൻ സത്യമായി touch ചെയ്തത്. Sorry, ഗീത. Oh, what a silky hair, baby. Hair മാത്രമോ? കണ്ണ് കണ്ടില്ലേ എത്ര സെക്സി ആയിരിക്കുന്നു. ഞാൻ ടച്ച് ചെയ്തില്ല, ടച്ച് ചെയ്തതുപോലെ നിനക്ക് തോന്നിയതാ. Don't touch me. ഇയറിംഗ്സ് വളരെ നന്നായിരിക്കുന്നല്ലോ. ഞാൻ ടച്ച് ചെയ്ത പോലെ നിനക്ക് തോന്നിയെങ്കിൽ ഐ ആം സോ സോറി. എന്റെ ശബ്ദം നിന്റെ ശബ്ദം മാച്ചിങ്. നിന്റെ ഐഡിയ കാർഡ് ഞാൻ എടുത്തില്ല, അങ്ങനെ തോന്നിയാ സോറി. അത് കണ്ടോടാ, മുഖം മൂടി വെച്ച കാർ.